മാധ്യമ സുഹൃത്തുക്കൾക്ക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസിന്റെ സ്നേഹസ്വാഗതം. ഈ വരുന്ന 12-ാം തീയതി സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ടാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് FITU പത്രസമ്മേളനം ചേർത്തിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് FITUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PJ ഷാനവാസ്, FITUവിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MH മുഹമ്മദ്, FITU ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട്, സംസ്ഥാന കമ്മിറ്റി അംഗം സരസ്വതി ഒലപ്പാട്, ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് അലി കോയാസ് എന്നിവരാണ്. പണിമുടക്കുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് PJ ഷാനവാസിന് കൈമാറും. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഈ ഫെബ്രുവരി 12-ന് ഐക്യ ട്രേഡ് യൂണിയൻ സംഘടനകൾ രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്കിനെ FITU പിന്തുണയ്ക്കുകയും പണിമുടക്ക് സംസ്ഥാനത്ത് സ്വതന്ത്രമായ രീതിയിൽ നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം ഐക്യ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്കിൽ FITU സ്വതന്ത്രമായ രീതിയിൽ തന്നെ ആ പണിമുടക്കിന്റെ ഭാഗമാവുകയും FITUവിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളി സംഘടനകളുടെ എല്ലാം സഹകരണത്തോടുകൂടി ആ പണിമുടക്കിനെ വിജയിപ്പിക്കുകയും പണിമുടക്ക് ദിവസം റാലിയും അതിന്റെ തലേ ദിവസം വിളംബര ജാഥകളും പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രചരണ പരിപാടികളും വിവിധ തരത്തിലുള്ള സെമിനാറുകൾ അടക്കമുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ പണിമുടക്ക് വിജയിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ സാധാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ പാറ്റേൺ തന്നെയാണ് ഈ പണിമുടക്കിനെ നമ്മൾ നോക്കിക്കാണുന്നത്. നമ്മൾ ഈ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി തൃശ്ശൂർ തെന്നിലാപുരം രാധാകൃഷ്ണൻ ഹാളിൽ, കൊക്കാലിയിലുള്ള തൃശ്ശൂർ തെന്നിലാപുരം രാധാകൃഷ്ണൻ ഹാളിൽ വെച്ച് നമ്മൾ ഒരു കൺവെൻഷൻ, ഒരു ഐക്യദാർഢ്യ കൺവെൻഷൻ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ FITUവിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന യൂണിയനുകളും ഈ പണിമുടക്കിന് പിന്തുണയ്ക്കുന്ന തൊഴിലാളി സംഘടനകളും, ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ധാരാളം തൊഴിലാളി സംഘടനകൾ ഇതിന്റെ ഭാഗമായി ഉണ്ട്. അതേസമയം അവർക്ക് പല കാരണങ്ങളാൽ ഈ ഐക്യ ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ ഭാഗമായി മാറാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഈ രാജ്യത്തെ തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനും മുൻകാല തൊഴിലാളി സമൂഹം അവകാശ പോരാട്ടങ്ങളിലൂടെയും രക്തസാക്ഷിത്വത്തിലൂടെയും നേടിയെടുത്ത അവകാശങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ഉള്ള പോരാട്ടം വിജയിപ്പിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൊഴിലാളി കൺവെൻഷൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൺവെൻഷനിൽ ധാരാളം തൊഴിലാളി സംഘടനകളുടെ നേതാക്കന്മാർ പങ്കെടുക്കും. പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രചരണ പരിപാടികളും സംഘടനാ നീക്കുപോക്കുകളും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലാതലം വരെയുള്ള കൺവെൻഷനുകൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. മേഖലാതലം വരെയുള്ള കൺവെൻഷനുകൾ സ്വാഭാവികമായും ഈ 5-ാം തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കപ്പെടുമെന്നാണ് നമുക്ക് കരുതുന്നത്. ആ രീതിയിൽ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംഘടനാപരമായ ക്രമീകരണങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പ്രചരണാപരമായ പരിപാടികളുടെ ഭാഗമായി നമ്മൾ വിളംബര ജാഥകൾ, സെമിനാറുകൾ, അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ കൂടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. മറ്റു തൊഴിലാളി സംഘടനകൾ ഇപ്പോൾ നമ്മൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ചില സംഘടനകളാണ്. ഇപ്പം ഹോട്ടൽ ആൻഡ് കേറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന ഒരു പാചക തൊഴിലാളികളുടെ ഒരു സംഘടനയുണ്ട്. ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന നിർമ്മാണ തൊഴിലാളികളുടെ ഒരു സംഘടനയുണ്ട്. ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന തയ്യൽ തൊഴിലാളികളുടെ ഒരു സംഘടനയുണ്ട്. അപ്പോൾ ഇത്തരം സംഘടനകൾ, ഇങ്ങനെ ഒരു 14ഓളം സംഘടനകൾ നമ്മളുടെ തൊഴിലാളി ഈ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഈ പണിമുടക്കിൽ അണിചേരും. അപ്പോൾ ദേശീയ പണിമുടക്ക് നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മുടെ പങ്കാളിത്തത്തോടുകൂടി വിജയിപ്പിക്കും. അതേപോലെ തന്നെ അതിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി തൃശ്ശൂർ തെന്നിലാപുരം രാധാകൃഷ്ണൻ ഹാളിൽ ഈ 5-ാം തീയതി രാവിലെ 11 മണിക്ക് ഒരു ഐക്യദാർഢ്യ കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വിവരം നിങ്ങളെ അറിയിക്കാനും മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഈ പരിപാടിയിൽ ഭാഗമാകണമെന്ന് കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.